ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. നമ്മളിന്ന് എവിടെയാണെന്നറിയോ വന്നിരിക്കുന്നത്? ഇത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിലുള്ള ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഗോപുര നടയാണ് ഈ കാണുന്നത്. നമുക്ക് അമ്പലത്തിനകത്തേക്ക് കടക്കാം. ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ ഏറ്റുമാനൂർ അമ്പലത്തിൽ നടക്കുന്നത്. ഫെബ്രുവരി 27 മുതൽ മാർച്ച് 8 വരെയാണ് ഈ വർഷത്തെ ഉത്സവം നടക്കുന്നത്. ഭഗവാൻ മഹാദേവൻ നടരാജമൂർത്തിയായി നിൽക്കുന്ന ആ ഒരു രൂപമാണ് ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ കവാടത്തിലുള്ളത്. ഏറ്റു പറഞ്ഞാൽ പാപങ്ങളെല്ലാം തീർക്കുന്ന ഭഗവാനാണ് ഏറ്റുമാനൂരപ്പൻ എന്നാണ് ഐതിഹ്യം. പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒരെണ്ണമാണ് ഏറ്റുമാനൂർ ക്ഷേത്രം. 7 പൊന്നാനിയും കെടാവിളക്കും ഇവിടെ വളരെ പ്രധാനമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഇവിടെ ഭരണ ചുമതലകളെല്ലാം നിർവഹിക്കുന്നത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് ഐതിഹ്യങ്ങൾ പലതുമുണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ എൻ്റെ വ്യൂവേഴ്സിനായി പങ്കുവെക്കുന്നു. കരൻ എന്ന അസുരൻ തൻ്റെ മുത്തച്ഛനായ മാല്യവൻ്റെ ഉപദേശപ്രകാരം ചിദംബരത്ത് പോയി നടരാജമൂർത്തിയെ തപസ് ചെയ്തു. അതികഠിനമായ തപസ്സിൻ്റെ ഫലമായി നടരാജമൂർത്തി കരൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും കരന് 3 ശിവലിംഗങ്ങൾ നൽകുകയും ചെയ്തു. കഠിന തപസ് കൊണ്ട് ലഭിച്ച വിശിഷ്ടങ്ങളായ 3 ശിവലിംഗങ്ങളും കൊണ്ട് കരൻ വായുമാർഗം തൻ്റെ ദേശത്തേക്ക് തിരിച്ചു പോന്നു. കുറച്ചു നേരം സഞ്ചരിക്കവേ ഒന്ന് വിശ്രമിക്കുവാനായി കരൻ വൈക്കത്ത് ഇറങ്ങുകയും തൻ്റെ വലത് കൈയിലുള്ള ശിവലിംഗം അവിടെ വയ്ക്കുകയും ചെയ്തു. വിശ്രമശേഷം തിരിച്ചു പോരവേ അവിടെ വെച്ച് ആ ഒരു ശിവലിംഗം തിരിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ അതവിടെ ഉറച്ചു പോയതായിട്ടാണ് കണ്ടത്. അപ്പോൾ ഭഗവാന്റെ അരുളപ്പാടുമുണ്ടായി, എനിക്ക് ഇവിടെ നിന്നും പോരുവാൻ തോന്നുന്നില്ല, എന്നെ ഇവിടെ സ്ഥാപിച്ചാൽ മതി എന്ന് ഭഗവാന്റെ അരുൾപ്പാടുണ്ടാവുകയും കരൻ അവിടെ തപസ് ചെയ്ത മഹർഷിയോട് ആ ശിവലിംഗം അവിടെ സ്ഥാപിക്കുവാനും അതിന് യഥാക്രമമായ ആചാരങ്ങൾ ചെയ്യുവാനും പറഞ്ഞേൽപ്പിച്ച് തൻ്റെ യാത്ര തുടർന്നു. തപസ് ചെയ്ത് കിട്ടിയ 3 ശിവലിംഗങ്ങളിൽ ഒരെണ്ണം വലത് കൈയിലും ഒരെണ്ണം ഇടത് കൈയിലും ഒന്ന് കഴുത്തിൻ്റെ ഇടുക്കിലുമായിട്ടായിരുന്നു കരൻ്റെ തിരിച്ചുവരവ്. അതിൽ വലത് കൈയിലുള്ളത് വൈക്കത്തും ഇടത് കൈയിലുള്ളത് ഏറ്റുമാനൂരും കഴുത്തിനിടയ്ക്കുള്ളത് കടത്തുരുത്തിയിലും സ്ഥാപിക്കപ്പെട്ടു എന്നാണ് ഐതിഹ്യം. ഉച്ചപൂജയ്ക്ക് മുമ്പ് ഈ 3 ക്ഷേത്രങ്ങളിലും തൊഴുന്നത് വളരെ വിശേഷമായി തന്നെ കണക്കാക്കപ്പെടുന്നു. നമ്മളിപ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ കയറുന്നത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര കവാടത്തിലേക്കാണ്. നമുക്ക് മുന്നോട്ടേക്ക് നടക്കാം. ശ്രീകോവിൽ വരെയുള്ള കാഴ്ചകളാണ് ഞാനിവിടെ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് കാണിക്കുന്നത്. ഗോപുര നടയിലൂടെ നടന്നു വന്ന് ശ്രീകോവിലിൽ എത്തുന്നത് വരെയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നമുക്ക് ഈ സൈഡിലൂടെ നടന്ന് അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാം. അമ്പലത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ കുറച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർലോക്കൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ ഭഗവാൻ തൻ്റെ വാഹനത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു രൂപമുണ്ട്. അതിവിടെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതാണ് അമ്പലത്തിൻ്റെ ആ ഒരു മുഖചിത്രം എന്ന് പറയുന്ന ഭാഗം. മനസ്സ് മുഴുവനും ഭഗവാനെ അർപ്പിച്ചുകൊണ്ട് ഞാനും ക്ഷേത്രത്തിനകത്തേക്ക് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനകത്തേക്കുള്ള ആ ഒരു വഴിയിലൂടെ കടക്കാം. ശ്രീകോവിലിനകത്തേക്ക് നമുക്ക് മൊബൈലോ അങ്ങനെ ഒന്നും അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ശ്രീകോവിലിന് മുൻപേ ഉള്ള കാഴ്ചകളാണ് ഞാനിപ്പോൾ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എത്തിക്കുന്നത്. നമ്മൾ ഇതുവഴി നടന്ന് കയറുമ്പോൾ ഇതാണ് ശ്രീകോവിലിനകത്തേക്ക് കയറാനുള്ള കവാടമാണ്. നമുക്ക് ഇവിടെ വരെയും നമുക്ക് ക്യാമറ അനുവദിക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഭഗവാന്റെ പ്രതിഷ്ഠ ഇതിനകത്തേക്കാണ് കേട്ടോ. കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകണം. ഇവിടെയാണ് കെടാവിളക്കുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് കെടാവിളക്ക് കാണാം. ഇതാണ് ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഭഗവാന്റെ ആ കെടാവിളക്കുള്ളത്. ഭക്തജനങ്ങൾ എണ്ണ ഭഗവാനായി സമർപ്പിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ എണ്ണ ഒഴിക്കുന്നത് വളരെ സവിശേഷമായ ഒരു വഴിപാടായിട്ട് തന്നെ എല്ലാ ഭക്തജനങ്ങളും കാണുന്നു. ഞാനും അതേപോലെ മനസ്സ് നിറഞ്ഞ് ഭഗവാന് എണ്ണ സമർപ്പിച്ചു. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അകത്ത് കയറി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാം. തിരിച്ച് നമ്മൾ ഇറങ്ങുന്നത് കിഴക്കേ നടയിലേക്കാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അകത്ത് കയറി ഭഗവാനെ പ്രാർത്ഥിച്ചു. തിരിച്ച് ഞാൻ ഇറങ്ങുന്നത് കിഴക്കേ നടയിലേക്കാണ് കേട്ടോ. ഇതാണ് കിഴക്കേ നട. കിഴക്കേ നടയുടെ ഗോപുരമാണ് ഇപ്പം ഞാൻ കാണിച്ചത്. ഈ ഗോപുരത്തിലൂടെ നമ്മൾ ഇങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെയും അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാം. അതായത് ഈ ഒരു
വാതിൽ കണ്ടോ, ഈ വാതിലിലൂടെ നമുക്ക് അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാം. ആ നടയാണ് കിഴക്കേ നട. ഞാൻ ആദ്യം വന്നപ്പോൾ കെടാവിളൊക്കെ കഴിഞ്ഞ് അത് പടിഞ്ഞാറേ നടയാണ്. അപ്പോൾ അങ്ങനെ ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചു, മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ പ്രസാദമായിട്ട് ഞാൻ പാൽപ്പായസവും പിന്നെ ധാരയുടെ ജലധാര നടത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെയും കൂടി പ്രസാദം വാങ്ങിച്ചു. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു. ഇനി നമുക്ക് തിരിച്ച് പടിഞ്ഞാറേ നടയിലൂടെ നമുക്ക് അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങാം. ഇതാണ് ഞാൻ വാങ്ങിച്ച പാൽപ്പായസവും അതുപോലെ ജലധാരയുടെ പ്രസാദവും എനിക്ക് ഭഗവാന്റെ വഴിപാടായിട്ട് എനിക്ക് ലഭിച്ചു. അപ്പോൾ തിരിച്ച് നമ്മൾ ഇതിലൂടെ ചുറ്റി നമുക്ക് പടിഞ്ഞാറേ നടയിലൂടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഉത്സവത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മളിവിടെ കാണുന്നതെല്ലാം. ഭഗവാന്റെ വാഹനമായ കാളയെ പ്രതിനിധീകരിച്ച് തന്നെ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്ത്, അതായത് കിഴക്കേ നടയിൽ ഒരു കാളയെ ഇവിടെ കെട്ടി നിർത്തിയിട്ടുണ്ട്. നമുക്ക് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലേക്ക് നടക്കാം. ഇവിടെ കാണുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഓഫീസും അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങളുമാണ് ഈ ഒരു ഗോപുരത്തിൻ്റെ, അതായത് കിഴക്കേ നടയിൽ നിന്നും പടിഞ്ഞാറേ നടയിലേക്ക് നമ്മൾ നടക്കുമ്പോൾ കാണുന്നത്. അതേപോലെ തന്നെ ഭഗവാന്റെ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള സ്റ്റേജ് പരിപാടികൾക്കായി ഇവിടെ എല്ലാ വിധത്തിലുള്ള തോരണങ്ങളും എല്ലാം അലങ്കാരങ്ങളും എല്ലാം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തെത്തി, അതായത് പടിഞ്ഞാറേ നടയിൽ. നമ്മൾ ഇതിൽ കൂടിയാണ് നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചത്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം. പൂജയ്ക്കുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അതുപോലെ എണ്ണ ഇവിടെ 3 തരത്തിലാണുള്ളത്. 20, 50, 100 അങ്ങനെ 3 തരത്തിലാണ് നമുക്ക് എണ്ണ ഇവിടെ ലഭിക്കുന്നത്. ഇതെല്ലാം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലൂടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ അവിടെ കൗണ്ടറുണ്ട്, നമുക്കവിടെ ലഭിക്കുന്നതാണ്. ഇതാണ് പടിഞ്ഞാറ് നടയിലെ കാഴ്ചകൾ. ഇനി ഇവിടെ കാണുന്ന ഈ ഒരു പലകകളെല്ലാം വെച്ചിരിക്കുന്നത് ഉത്സവത്തിനായിട്ടുള്ള ഒരു അലങ്കാരങ്ങൾക്കുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അടുത്ത ആഴ്ച, അതായത് ഫെബ്രുവരി 27 ഉത്സവം കൊടി കയറുവാണ്. അപ്പോൾ അതിനുള്ള മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾക്കുള്ളതാണ് ഈ ഒരു പലകകളും ഇതെല്ലാം ഇവിടെ വച്ചിരിക്കുന്നത്. ഇതാണ് പടിഞ്ഞാറേ നടയിലെ കാഴ്ചകളാണ് അമ്പലത്തിൻ്റെ. കൂവളമാലയും അതേപോലെ തന്നെ ഭഗവാന് സമർപ്പിക്കാനുള്ള മാലകളും ഇവിടെ പടിഞ്ഞാറേ നടയിൽ തന്നെ നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭ്യമാണ്. പടിഞ്ഞാറേ നടയിലുള്ള കാഴ്ചകളെല്ലാം കണ്ടു. അതിനുശേഷം ഇനി പുറത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഭഗവാനെ വീണ്ടും ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്നും നമുക്ക് പുറത്തേക്ക് കടക്കാം. അപ്പോൾ അതാ പുറത്തേക്ക് കടന്നു. പുറത്തേക്ക് കടക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ കുറച്ച് പടിത്തട്ടുകളുണ്ട്. ഈ പടിയിലൂടെ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൻ്റെ ഒരു വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കാൻ നമ്മൾ കണ്ടില്ലായിരുന്നു, അങ്ങോട്ടേക്ക് പ്രവേശിക്കാം. ഇവിടെ നമ്മൾ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടതുവശത്തേക്ക് തിരിയുമ്പോൾ ഇവിടെ ഒരു മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രവും ഇവിടെയുണ്ട്. ഇത് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ്. നമ്മുടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇടത്തേ വശത്തേക്ക് നമ്മൾ കാണുന്നതാണ് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം. അപ്പോൾ അവിടെയും ഞങ്ങൾ കയറിയായിരുന്നു. അവിടെ ചെന്നു ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് നമ്മുടെ പുറത്തേക്ക്, അമ്പലത്തിൻ്റെ പുറത്തേക്ക് നമ്മൾ അങ്ങോട്ട് നടന്നു. ഇപ്പോൾ ഒരു 2 ക്ഷേത്രങ്ങളാണുള്ളത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ പ്രവേശിക്കുമ്പോൾ തന്നെ ഇടത്തെ സൈഡിലായിട്ട് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രവും അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെയാണ് നമ്മുടെ ഏറ്റുമാനൂർ ക്ഷേത്രവും ഉള്ളത്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ ഇൻ്റർലോക്കും അങ്ങനെ ഇടുന്നതിൻ്റെ എന്തോ പണികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു. ഏറ്റുമാനൂരപ്പനെയും അതുപോലെ വിഷ്ണു ഭഗവാനെയും പ്രാർത്ഥിച്ച ശേഷം വീണ്ടും നമ്മൾ പുറത്തേക്ക്. അപ്പോൾ ഈ ഇവിടെ എല്ലാം ഭജന മഠവും അതുപോലെ നമുക്ക് വെള്ളം കുടിക്കാനുള്ള നാരങ്ങ വെള്ളവും അങ്ങനെ എല്ലാം ലഭിക്കുന്ന കടകൾ, പിന്നെ കുട്ടികൾക്കുള്ള കളിപ്പാട്ട കടകളും അങ്ങനെ എല്ലാം ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെയുണ്ട്. അതെല്ലാത്തിനും ഉപരി നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടെ അടുത്ത ഭാഗത്തായിട്ട് നമ്മുടെ അന്നപൂർണ്ണ റെസ്റ്റോറൻറ്റ് കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. ഭഗവാനെ തൊഴുത ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ചു. അപ്പോൾ തിരിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്, സ്റ്റേ ഹാപ്പി ഓൾവേസ്.